ഭരിച്ചു തുടങ്ങും മുമ്പേ UDF മന്ത്രിസഭയിൽ അധികാര വടംവലി തുടങ്ങിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമിടയിലാണ് അധികാര തർക്കത്തിന്റെ ആദ്യ ഉരസലുകൾ വന്നിരിക്കുന്നത്. VD സതീശന് മുഖ്യമന്ത്രി പദം നൽകിയതിന്റെ സമവായമെന്ന നിലയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദം ലഭിച്ചത്. ഇതോടെ മന്ത്രിസഭയിൽ ഇരുവരുടെയും തമ്മിലടി ഉണ്ടാവുമെന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇപ്പോഴിതാ ഭരണം തുടങ്ങും മുമ്പേ തന്നെ ഇരുവരുടെയും വടംവലി തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന പോലീസിലെ ഉന്നതതല സ്ഥലം മാറ്റങ്ങളെ ചുറ്റിപ്പറ്റിയാണ് തർക്കം. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തമ്മിൽ പോലീസ്, വിജിലൻസ്, ഇന്റലിജൻസ് സേനകളിലെ നിർണായക പദവികളിലേക്കുള്ള നിയമനങ്ങളെ ചൊല്ലിയാണ് അഭിപ്രായ വ്യത്യാസം ശക്തമായിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP മുതൽ ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, വിജിലൻസ് മേധാവിമാർ വരെയുള്ള നിർണായക സ്ഥാനങ്ങളിൽ ആരെ നിയമിക്കണമെന്ന കാര്യത്തിലാണ് പ്രശ്നം. ഇരുവരും തമ്മിലുള്ള പ്രശ്നം ശക്തമായി തുടരുന്നതിനാലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ പട്ടിക പുറത്തിറങ്ങുന്നത് വൈകുന്നത്. സാധാരണയായി സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന്റെ ഭരണപരമായ അധികാരം ആഭ്യന്തരമന്ത്രിക്കാണുള്ളത്. എന്നാൽ IPS, IAS തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിലും സ്ഥലം മാറ്റങ്ങളിലും അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാണ്. അതിനാൽ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിക്കാതെ നടപ്പിലാക്കാനാകില്ല. ഇപ്പോഴത്തെ പ്രശ്നവും അതുതന്നെയാണ്. വിവിധ സുപ്രധാന പദവികളിലേക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച പേരുകൾ മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതിനാലാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പില്ലാത്ത മുഖ്യമന്ത്രി സ്ഥാനത്തോട് VD സതീശന് നേരത്തെ തന്നെ താല്പര്യമില്ലെന്ന് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു തർക്കപരിഹാരം എന്ന നിലയിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത്. എന്നാൽ ഇപ്പോൾ സൂപ്പർ ഹോം മിനിസ്റ്ററായി മാറാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെടലുകൾ നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്കുള്ള നിയമനമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. നിലവിൽ ആ ചുമതല വഹിക്കുന്ന H വെങ്കടേഷിനെ തുടരാൻ അനുവദിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ P വിജയനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന കടുത്ത വാശിയിലാണ്. സംസ്ഥാനത്തെ നിയമ സമാധാന സാഹചര്യം നേരിട്ട് നിയന്ത്രിക്കുന്ന അതീവ പ്രധാനപ്പെട്ട പദവിയാണ് ഈ ADGPയുടേത്. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ, മത സാമുദായിക സംഘർഷങ്ങൾ, വലിയ ക്രിമിനൽ കേസുകൾ, തിരഞ്ഞെടുപ്പ് സുരക്ഷ, ജനകീയ സമരങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാന ചുമതല ഈ ഓഫീസിനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് അവരവർക്ക് വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള ശ്രമമാണ് ഇരുവരും നടത്തുന്നത്. ഇതോടൊപ്പം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയുടെ നിയമനവും വലിയ തർക്കമായി മാറുകയാണ്. സർക്കാരിന് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ കൈമാറുന്ന വിഭാഗമാണ് ഇന്റലിജൻസ്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ, ഭരണപരമായ പ്രശ്നങ്ങൾ, സമര സാഹചര്യങ്ങൾ, സാമുദായിക സംഘർഷ സാധ്യതകൾ, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നേരിട്ട് റിപ്പോർട്ട് നൽകുന്ന സംവിധാനമായതിനാൽ ഈ സ്ഥാനത്തും സ്വന്തം വിശ്വസ്തനെ ഇരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം വിജിലൻസ് മേധാവിയായി യോഗേഷ് ഗുപ്തയെ നിയമിക്കാനാണ് ധാരണയായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അഴിമതി കേസുകളും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണവും കൈകാര്യം ചെയ്യുന്ന പ്രധാന ഏജൻസിയാണ് വിജിലൻസ്. ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഭാഗമായതിനാൽ ഇവിടെയും രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. ഇപ്പോൾ തയ്യാറാക്കുന്ന സ്ഥലംമാറ്റ പട്ടിക വളരെ വിപുലമായതാണെന്നാണ് സൂചന. ADGP മുതൽ SI വരെയുള്ള വലിയ അഴിച്ചുപണിയാണ് ഒരുങ്ങുന്നതെന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്ത് പുതിയ സർക്കാരിന്റെ ഭരണ സ്വാധീനം ഉറപ്പിക്കാൻ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റം വേണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളിൽ ശക്തമാകുന്നത്. എന്നാൽ അതിനോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകളും വർദ്ധിക്കുകയാണ്. ഇതിനിടയിൽ നിലവിലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ മാറ്റാനാവില്ലെന്ന സാഹചര്യവുമുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഏകദേശം 15 മാസത്തെ കാലാവധി ബാക്കി നിൽക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം DGPമാർക്ക് നിശ്ചിത കാലാവധി ഉറപ്പാക്കേണ്ട സാഹചര്യമുള്ളതിനാൽ പെട്ടെന്നുള്ള മാറ്റം നിയമപരമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കാം. അതിനാൽ DGPയെ മാറ്റാതെ മറ്റ് പ്രധാന സ്ഥലങ്ങളിൽ വലിയ അഴിച്ചുപണിയിലൂടെ നിയന്ത്രണം ഉറപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അതേസമയം സ്ഥലംമാറ്റ ചർച്ചകൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയ ഗ്രൂപ്പിനോടാണ് അടുപ്പം എന്നതിനെ ആശ്രയിച്ചാണ് നിയമനങ്ങൾ നടക്കുന്നതെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ചില ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. ഇതിനോടൊപ്പം ജില്ലാ പോലീസ് മേധാവിമാരുടെ നിയമനങ്ങളിലും രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാവുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ നേതാക്കൾ സ്വന്തം ജില്ലകളിൽ തങ്ങൾക്ക് അടുപ്പമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ചില ജില്ലകളിൽ MLAമാരും DCC പ്രസിഡന്റുമാരും തമ്മിൽ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു. സ്വന്തം രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ പോലീസ് നിയമനങ്ങൾ ഉപയോഗിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും അടിത്തട്ടിൽ പോലീസ് സ്റ്റേഷനുകളിലെ നിയമനങ്ങൾ ചുറ്റിപ്പറ്റിയും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്.
ചില കേസുകളിൽ പ്രതികളായ നേതാക്കൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ നിർദ്ദിഷ്ട സ്റ്റേഷനുകളിലേക്ക് മാറ്റിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KPOA, KPA എന്നീ പോലീസ് സംഘടനകളിലെ ചില ഭാരവാഹികളെ തങ്ങളുടെ കേസുകൾ നിലനിൽക്കുന്ന സ്റ്റേഷനുകളിലേക്ക് മാറ്റിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയരുന്നതായാണ് വിവരം. സംസ്ഥാന സർക്കാരിനുള്ളിലെ അധികാര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മേൽത്തട്ട് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ഈ തർക്കം കൂടുതൽ രൂക്ഷമാകുന്ന പക്ഷം ഭരണ നടപടികൾ തന്നെ മന്ദഗതിയിലാകാൻ ഇടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഏകോപനം കുറയുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ഒരവസരത്തിനായി കാത്തിരിക്കുന്ന KC വേണുഗോപാൽ വിഭാഗവും ഇവിടെയുണ്ട്. രത്തൻ കേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭരണത്തിലുള്ളവർ അത് തീരുമാനിക്കട്ടെ എന്ന നിലയിലാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. അതായത് നിലവിലെ സതീഷ് രമേശ് പോര് പുറത്തു നിന്ന് കാണുകയാണ് KC പക്ഷം. ഇതിനിടയിൽ ഗുരുതരമായ ചില ആരോപണങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ടത്രേ. മന്ത്രിസഭ രൂപീകരണത്തിന് മുമ്പേ തന്നെ ചില നിർണായക തസ്തികകളിലേക്ക് നിയമനം ഉറപ്പാക്കാമെന്ന പേരിൽ ചില കോൺഗ്രസ് നേതാക്കൾ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ടത്രേ. പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ വന്നാൽ പാർട്ടിക്കും സർക്കാരിനും അത് കടുത്ത നാണക്കേടുണ്ടാക്കുമെന്നതും ഉറപ്പാണ്. എന്തായാലും ഈ അധികാര വടംവലി പോലീസിന്റെ സമ്പൂർണ്ണ രാഷ്ട്രീയവൽക്കരണത്തിലേക്കാണ് നീങ്ങുന്നത് എന്നത് ഉറപ്പാണ്. ഭരിക്കുന്ന കക്ഷിയുടെ സ്വഭാവത്തിനനുസരിച്ച് പോലീസിന് നിറം മാറുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ട് അധികാര കേന്ദ്രങ്ങളുടെ, അതായത് സർക്കാരിനുള്ളിൽ തന്നെയുള്ള മന്ത്രിസഭയിലുള്ള രണ്ട് അധികാര കേന്ദ്രങ്ങളുടെ ആളുകൾ എന്ന നിലയിൽ പോലീസ് സംവിധാനം രണ്ടാകുന്നതും അവയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നതും കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. എന്താണ് ഉണ്ടാകുന്നത് എന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.